അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷയുടെ ഫിഖഹിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സുബ്ഹ്, ഹജ്ജ്, സ്വലാത്തുൽ ഈദ്, സക്കാത്തുൽ ബദന്, തറാവീഹ്, റവാത്തിബ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നിർബന്ധമുള്ളൂ. എന്താണ്? ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നിർബന്ധമുള്ളൂ. ഏതാണത്? സുബഹിയാണോ, ഹജ്ജാണോ, സ്വലാത്തുൽ ഈദാണോ, സക്കാത്തുൽ ബദനാണോ, തറാവീഹാണോ, റവാത്തിബാണോ? അപ്പോൾ അവിടെ എന്താണ് ഉത്തരം വരുന്നത്? ഹജ്ജാണ്. ഹജ്ജാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ളത്. ഇനി രണ്ടാമത്തത് റമദാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം. റമദാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം അത് ഏതാണ്? ഉത്തരം തറാവീഹ് ആണ്. ഏതാണ്? തറാവീഹ്. 3. റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ വാജിബാക്കും. റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ വാജിബാക്കും. എന്താണ് വാജിബാകല്? ഉത്തരം സക്കാത്തുൽ ബദനാണ്. ഇനി നാലാമത്തെ കസ്റ് ജമ്മും ജായിസ് ആവാത്തതാണ്. കസ്റും ജമ്മും ജായിസ് ആവാത്തതാണ് എന്ത്? സുബ്ഹ്. സുബ്ഹ് നിസ്കാരത്തിലാണ് കസ്റും ജമ്മും ജായിസ് അല്ലാത്തത്. ഇനി അഞ്ചാമത്തത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടത്. എന്താണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടത്? എന്താണ്? ഉത്തരം റവാത്തിബാണ്. ഏതാണ്? റവാത്തിബ്. ഇനി രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. ഇവിടെ 3 കോളത്തിലായിട്ടാണ് ആൻസർ തന്നിട്ടുള്ളത്. ശരിയുടെ നേരെ ശരി മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1. ഇശാ നിസ്കരിച്ച ശേഷം സുബിഹ് വരെയാണ്. ഇശാ നിസ്കരിച്ച ശേഷം സുബിഹ് വരെയാണ്. ഏതാണ്? തഹിയത്ത്, തറാവീഹ്, റവാത്തിബ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായ ആൻസർ? തറാവീഹ് ആണ്. ഏതാണ്? തറാവീഹ്. 2. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ ഹൈഹാത്ത്, ഫർള്, അബാള്. അതിലേതാണ്? അബാളാണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തത് സുജൂദിൽ നിലത്ത് വെക്കൽ സുന്നത്താണ്. സുജൂദിൽ നിലത്ത് വെക്കൽ സുന്നത്താണ്. നെറ്റിന്ന് തന്നിട്ടുണ്ട്, മൂക്ക്, മുൻകൈ, പള്ള തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ശരിയായ ആൻസർ? മൂക്കാണ്. മൂക്കാണ് സുജൂദിൽ നിലത്ത് വെക്കൽ സുന്നത്ത്. ഇനി 4. ഉള്ളൻ കൈകൾ മുട്ടിൻകാലിൽ എത്തുന്ന നിലയിൽ കുനിയലാണ് സുജൂദ്, ഇഅ്തിദാല്, റുക്കൂഅ്. അപ്പോൾ ഇതിലേതാണ് ശരിയായ ആൻസർ? റുക്കൂ ആണ്. റുക്കൂയിലാണ് ഉള്ളൻ കൈകൾ മുട്ടിൻകാലിൽ എത്തുന്നവരെ കുനിയൽ. ഇനി അഞ്ചാമത്തത് നോക്കാം. ഫാത്തിഹക്ക് മുമ്പ് സുന്നത്താണ്. ഫാത്തിഹക്ക് മുമ്പ് എന്താണ് സുന്നത്ത്? ഔദും തന്നിട്ടുണ്ട്, ബിസ്മിയും തന്നിട്ടുണ്ട്, സൂറത്തൊന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായ ആൻസർ? ഔദു ആണ് കേട്ടോ. മൂന്നാമത്തത് എന്ത് ചൊല്ലാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളിയാഴ്ച സുബഹിൽ സൂറത്ത് ഡാഷ്, സൂറത്ത് ഡാഷ്. അപ്പോൾ വെള്ളിയാഴ്ച സുബഹിലെ ഏത് സൂറത്താണ്? സൂറത്ത് സജദയും സൂറത്ത് ദഹ്ർ ആണ്. ഏതൊക്കെയാണ്? സൂറത്ത് സജദ, സൂറത്ത് ദഹ്ർ. 2. ഇക്കാമത്തിന്റെ 2 കലിമകൾ കേൾക്കുമ്പോൾ. ഇക്കാമത്തിന്റെ 2 കലിമകൾ കേൾക്കുമ്പോൾ എന്താ ചെല്ലേണ്ടത്? അപ്പോൾ ഇതാണ് ചെല്ലേണ്ടത്. അക്കാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സോലിഹി അഹ്ലിഹ. എന്താണ്? അക്കാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സോലിഹി അഹ്ലിഹ. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്താ ചൊല്ലേണ്ടത്? പെരുന്നാൾ നിസ്കാരത്തിൽ അപ്പോൾ ഇതാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലും തക്ബീറുകളിൽ കൈകൾ ചുമലിന് നേരെ ഉയർത്തലും സുന്നത്താണ്. എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലും തക്ബീറുകളിൽ കൈകൾ ചുമലിന് നേരെ ഉയർത്തലും സുന്നത്താണ്. ഇനി നാലാമത്തത് നോമ്പ് തുറന്ന ഉടനെ എന്താ ചൊല്ലേണ്ടത്? നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലണം. ഇനി അഞ്ചാമത്തത് ഉളൂയിൽ ഷഹാദത്ത് കലിമക്ക് ശേഷം. ഉളൂയിൽ ഷഹാദത്ത് കലിമക്ക് ശേഷം എന്താ ചൊല്ലേണ്ടത്? ഔദും ബിസ്മിയും 2 ഷഹാദത്ത് കലിമയും അൽഹംദുലില്ലാഹില്ലദീ ജഅൽ മാ തുഹൂറ എന്ന് ചൊല്ലണം. എന്താണ്? ഔദും ബിസ്മിയും 2 ഷഹാദത്ത് കലിമയും അൽഹംദുലില്ലാഹില്ലദീ ജഅൽ മാ തുഹൂറ എന്ന് ചൊല്ലണം. 4. പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ ഡാഷ് കൊണ്ടും മലർന്നു കിടക്കുന്നവർ ഡാഷ് കൊണ്ടും കിബിലക്ക് മുന്നിടണം. എന്താണ്? നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ ഡാഷ് കൊണ്ടും മലർന്നു കിടക്കുന്നവർ ഡാഷ് കൊണ്ടും കിബിലക്ക് മുന്നിടണം. അപ്പൊ അവിടെ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്? നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ നെഞ്ചു കൊണ്ടും മലർന്നു കിടക്കുന്നവർ മുഖം കൊണ്ടും കിബിലക്ക് മുന്നിടണം. 2. ഉസല്ലി ഫർള സുബ്ഹി ഡാഷ് ഇലൽ കിബിലത്തി അദാൻ ലില്ലാഹി തആല. അപ്പൊ അവിടെ എങ്ങനെയാണ്? ഉസല്ലി ഫർള സുബ്ഹി റകഅത്തൈനി മുതവജ്ജിൽ കിബിലത്തി അദാൻ ലില്ലാഹി തആല. എങ്ങനെയാണ്? ഉസല്ലി ഫർള സുബ്ഹി റകഅത്തൈനി മുതവജ്ജിൽ ഇലൽ കിബിലത്തി അദാൻ ലില്ലാഹി തആല. ഇനി മൂന്നാമത്തത് നോക്കാം. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് ഡാഷ് എന്ന് വിളിക്കൽ സുന്നത്താണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് എന്ത് പേരാണ് വിളിക്കല്? അസ്വലാത്തുൽ ജാമിയ എന്ന് വിളിക്കൽ സുന്നത്താണ്. എന്താണ്? അസ്വലാത്തുൽ ജാമിയ. നാലാമത്തത് കുളിക്കും ഡാഷ് പകരമായി ഡാഷ് ചെയ്യൽ വാജിബാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? കുളിക്കും വുളൂഇനും പകരമായി തയമ്മും ചെയ്യൽ വാജിബാണ്. എന്താണ്? കുളിക്കും വുളൂഇനും പകരമായി തയമ്മും ചെയ്യൽ വാജിബാണ്. ഇനി അഞ്ചാമത്തത് നോക്കാം. മുക്കല്ലഫും സ്വതന്ത്രനും ജുമയുടെ ഡാഷ് താമസിക്കുന്നവനും ഡാഷ് എല്ലാ പുരുഷനും ജുമ വാജിബാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? മുക്കല്ലഫും സ്വതന്ത്രനും ജുമയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഉദറില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമ വാജിബാണ്. എങ്ങനെയാണ്? മുക്കല്ലഫും സ്വതന്ത്രനും ജുമയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഉദറില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമ വാജിബാണ്. ഇനി അഞ്ചാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈല ഉണ്ടാകാവുന്ന ചുരുങ്ങിയ പ്രായം. ഹൈല ഉണ്ടാകാവുന്ന ചുരുങ്ങിയ പ്രായം ഏതാണ്? ഉത്തരം 9 ചന്ദ്രവർഷമാകുന്നു. എന്താണ്? 9 ചന്ദ്രവർഷമാകുന്നു. ഇനി രണ്ടാമത്തത് നോക്കാം. 5 ഒട്ടകത്തിന് സക്കാത്തായി നൽകേണ്ടത്. 5 ഒട്ടകത്തിന് സക്കാത്തായി നൽകേണ്ടത് എന്താണ്? ഒരു ആടാണ്. ഉത്തരം എന്താണ്? ഒരു ആട്. ഇനി മൂന്നാമത്തത് സക്കാത്തുൽ ഫിത്തറിന്റെ മറ്റൊരു പേര്. സക്കാത്തുൽ ഫിത്തറിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം സക്കാത്തുൽ ബദന്. എന്താണ്? സക്കാത്തുൽ ബദന്. ഇനി 4. റമളാൻ നോമ്പിന് ഓരോ രാത്രിയിലും നിയ്യത്ത് ചെയ്യൽ. റമളാൻ നോമ്പിന് ഓരോ രാത്രിയിലും നിയ്യത്ത് ചെയ്യൽ എന്താണ്? വാജിബാണ്. എന്താണ്? വാജിബാണ്. 5. ചെയ്താലും ഇല്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്തത്. ചെയ്താലും ഇല്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്തത് എന്താണ്? ഉത്തരം ഹലാലാണ്. എന്താണ്? ഹലാല്. 6. ഹുക്മ എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിഫാസ്കാരിയെ തൊലാക്ക് ചൊല്ലൽ. നിഫാസ്കാരിയെ തൊലാക്ക് ചൊല്ലൽ എന്താണ്? ഹറാമാണ്. ഉത്തരം എന്താണ്? ഹറാമാണ്. 2. റമളാൻ അവസാന പകുതിയിലെ വിത്തറിൽ കുനൂത്ത് ഓതൽ. എന്താണ്? റമളാൻ അവസാന പകുതിയിലെ വിത്തറിൽ കുനൂത്ത് ഓതൽ എന്താണ്? സുന്നത്താണ്. എന്താണ്? സുന്നത്താണ്. 3. ഒടുവിലെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ എന്താണ്? ഉത്തരം എന്താണ്? അബ്ഗാദ് സുന്നത്താണ്. എന്താണ്? അബ്ഗാദ് സുന്നത്താണ്. 4. തറാവിയിൽ എല്ലാ ഈ 2 റക്അത്തിലും സലാം വീട്ടൽ. എന്താണ്? തറാവിയിൽ എല്ലാ ഈ 2 റക്അത്തിലും സലാം വീട്ടൽ വാജിബാണ്. എന്താണ്? വാജിബാണ്. 5. ഹലാലായ ദീർഘയാത്ര നിസ്കാരം കസറാക്കൽ എന്താണ്? ഹലാലായ ദീർഘയാത്ര നിസ്കാരം കസറാക്കൽ എന്താണ്? ജായിസാണ്. എന്താണ്? ജായിസാണ്. ഇനി 7. ആശയം എഴുതാനുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1. അന്നഹു മാ സാല യക്നുതു ഫിൽ ഫജ്രി ഹത്ത ഫാറഖ ദുനിയ. എന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല യക്നുതു ഫിൽ ഫജ്രി ഹത്ത ഫാറഖ ദുനിയ. അപ്പൊ അവിടെ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? അതിന്റെ ആശയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവ് വിട്ടു പിരിയുന്നത് വരെ സുബഹിൽ കുനൂത്ത് ഓതുന്നവനായിരുന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവ് വിട്ടു പിരിയുന്നത് വരെ സുബഹിൽ കുനൂത്ത് ഓതുന്നവനായിരുന്നു. ഇനി രണ്ടാമത്തെ നോക്കാം. അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി മർളാത്തുൻ ലി റബ്ബി. എന്താണ്? അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി മർളാത്തുൻ ലി റബ്ബി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അതിന്റെ ആശയം? വായയെ ശുദ്ധിയാക്കുന്നവൻ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ്. ഉത്തരം എന്താണ്? വായയെ ശുദ്ധിയാക്കുന്നവൻ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബി. എന്താണ്? ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബി. അവിടെ എങ്ങനെയാണ് ആശയം വരുന്നത്? ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല.
എന്താണ്? ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. 8 ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തയമ്മുമിനെ എങ്ങനെ നിയ്യത്ത് ചെയ്യണം? തയമ്മുമിനെ എങ്ങനെ നിയ്യത്ത് ചെയ്യണം? അപ്പൊ ഉത്തരം എന്താണ്? ഉത്തരം ഫർദ് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതുക. എങ്ങനെയാണ്? ഫർദ് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതുക. 2 ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ എന്തെല്ലാം വാജിബാക്കും? എങ്ങനെയാണ്? ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ എന്തെല്ലാം വാജിബാക്കും? ഉത്തരം നോക്കാം. ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർളാണ് എന്നും കരുതൽ നിർബന്ധമാണ്. എങ്ങനെയാണ് ഉത്തരം? ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർളാണ് എന്നും കരുതൽ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. 2 കൈകൾ ചുമലിന്റെ നേരെ ഉയർത്തണം എപ്പോഴെല്ലാം? എന്താണ് മൂന്നാമത്തെ ചോദ്യം? 2 കൈകൾ ചുമലിന്റെ നേരെ ഉയർത്തണം എപ്പോഴെല്ലാം? ഉത്തരം എന്താണ്? ഉത്തരം റുക്കോയിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം തശഹുദിൽ നിന്ന് ഉയരുമ്പോഴും 2 കൈകൾ ചുമലിന്റെ നേരെ ഉയർത്തണം. എന്താണ് ഉത്തരം? റുക്കോയിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം തശഹുദിൽ നിന്ന് ഉയരുമ്പോഴും 2 കൈകൾ ചുമലിന്റെ നേരെ ഉയർത്തണം. 4 ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഉറക്കെ ഓതൽ സുന്നത്തുള്ള ഫർദ് നിസ്കാരങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സുബ്ഹ്, മഗ്‌രിബ്, ഇശാഅ്. ഏതാണ്? സുബ്ഹ്, മഗ്‌രിബ്, ഇശാഅ്. അപ്പൊ ഇതുവരെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നേറണേ.